എന്നാൽ ജനങ്ങൾ ഒരു മാൻഡേറ്റ് തീരുമാനമെടുത്താൽ അതാണല്ലോ അതിന്റെ ജനഹിതം, അതിനെ അംഗീകരിക്കുന്നു. ആ ജനങ്ങളോടൊപ്പം നിൽക്കാനും അവരുടെ വിഷയങ്ങളിൽ ഇടപെടാനും ഇന്നലകൾ ഇതിനകത്ത് പോലെയാണ് ഉണ്ടാവും. കുറെ കൂടി വിപുലീകരിക്കും, കുറെ കൂടെ സമയം കൂടുതൽ കിട്ടുമല്ലോ ജന വിഷയങ്ങളിൽ ഇടപെടാൻ, ജനകീയമായ ഇടപെടലുകൾ നടത്താൻ, അപ്പോൾ തന്നെ തുടങ്ങി വെച്ച പദ്ധതികളുടെ പൂർത്തീകരണത്തിന്, അതിന് ഗവൺമെന്റിന് നൽകേണ്ട സഹായം, ഇതൊക്കെ ഒരുപോലെ ആയിരിക്കും. അന്ന് വ്യത്യസ്തമായ സാഹചര്യം ഉണ്ടാകില്ല. അങ്ങനെയുള്ള യാതൊരു ധ്രുവീകരണത്തിനും ഒരിടവും കൊടുക്കില്ല. കേരള കോൺഗ്രസിൽ മാണി ഗ്രൂപ്പിന്റെ ഒരു പ്രസക്തി തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന തരത്തിലുള്ള, അങ്ങനെയാണെങ്കിൽ നേരത്തെ ഏതെങ്കിലും കക്ഷി ചോദ്യം ചെയ്യപ്പെടണ്ടേ? അന്ന് അവരുടെ ആരും ചോദ്യം ചെയ്യപ്പെട്ടു. ഇതൊക്കെ ഓരോ തെരഞ്ഞെടുപ്പാണല്ലോ. അപ്പൊ ഓരോ തെരഞ്ഞെടുപ്പിലും വിജയം ഉണ്ടാകുമ്പോൾ ചോദ്യം ചെയ്യപ്പെടാതിരിക്കുകയും പരാജയം ഉണ്ടാകുമ്പം തിരിച്ചും. അതൊന്നുമില്ല. തെരഞ്ഞെടുപ്പെന്ന് പറയുന്നതിന് അതിന് വേണ്ടിയല്ലേ. കാലാകാലം വരുന്ന വിഷയങ്ങൾക്കനുസരിച്ച് തെരഞ്ഞെടുപ്പുകളിൽ ജനങ്ങൾ വിധി എഴുതുന്നു. ഇതുപോലെ തന്നെ 100 സീറ്റും പോലെ ജയിച്ചല്ലേ കഴിഞ്ഞ പ്രാവശ്യം വലിയ അധികാരത്തിൽ വന്നേ. അപ്പൊ നാടിലെ പ്രസക്തമായ വിഷയം നഷ്ടപ്പെട്ടു പോകാന്ന് ചോദിച്ചാൽ എന്ത് പറയാൻ പറ്റും? അവിടെ തിരിച്ചു തങ്ങളുണ്ടായി, ഒരു തരംഗമുണ്ടായി. ആ തരംഗം ഏത് വിധത്തിലാണെന്നുള്ളതിനെ കുറിച്ചൊക്കെ ചർച്ചകൾ നല്ലവണ്ണം നടത്തും, ഗ്രഹപാഠം നടത്തും, കാര്യങ്ങൾ ബോധ്യപ്പെടും, അതനുസരിച്ച് പ്രവർത്തിക്കും.